ഏയ് അന്ന, 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 അന്ന. ഒരു പരുന്ത് പുഴുവിനെ കാണുകയും പുഴു പരുന്തിനെ കാണുകയും അവർ കണ്ടതെന്താണെന്ന് പരസ്പരം പറയുകയും ചെയ്താൽ പുഴു പരുന്തിനെയും പരുന്ത് പുഴുവിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും അന്ധനെന്ന് വിളിക്കും. രാത്രി മന്ദമായി വിരിഞ്ഞപ്പോൾ വാക്കുകൾ ശബ്ദം നഷ്ടപ്പെടുത്തി. ഹൃദയം താളമെടുത്തപ്പോൾ ലോകം വിരലുകളിൽ തങ്ങി. ശരീരം കാണാതെയാകുമ്പോൾ ഹൃദയം കാണാൻ പഠിക്കുന്നു. കണ്ണുകൾ അടഞ്ഞപ്പോൾ കൈകൾ കാണാൻ തുടങ്ങി. സ്പർശം ഒരു മുഖം ഓർമ്മിച്ചു. കണ്ണുകൾ അടഞ്ഞപ്പോൾ കൈകൾ കാണാൻ തുടങ്ങി. സ്പർശം ഒരു മുഖം ഓർമ്മിച്ചു. ആ അന്ന, ഇവിടെ കവിത നിർത്താം. എന്തിനാ പപ്പ? ഇനി എഴുതിയതല്ല, അറിയുന്നതാണ്. കാഴ്ചയില്ലാതാകുമ്പോൾ ലോകം അപ്രത്യക്ഷമാകുന്നില്ല. അത് മന്ദമായി അടുത്തേക്ക് വരും. ചൂടാണോ തണുപ്പാണോ കൈ പറയും. ആളുകൾക്കും അതുപോലെ സ്പർശം ചോദിക്കും, ഉത്തരം ചോദിക്കാതെ. കയ്യിൽ ഭയമുണ്ടെങ്കിൽ മനസ്സിലാകും, വിശ്വാസമുണ്ടെങ്കിൽ അതും. ഈ കവിത എഴുതിയവനൊരിക്കൽ കണ്ണടച്ചിരുന്നിരിക്കണം. അപ്പോൾ ഞാൻ വായിച്ചതല്ല. ഞാൻ വായിച്ചത് ഓ മമ്മ, മമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ, ഞാൻ ഇവിടെയുണ്ട്. ഹെലൻ, ഇപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടാകും അല്ലേ? വൈകി. അന്ന, നീ എന്തിനാണ് ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ഉറങ്ങാൻ പോകാത്തത്? ഹെലൻ, ഇപ്പോഴും മഞ്ഞ് വീഴുന്നുണ്ടല്ലേ? അതെ, അതൊരു വലിയ കൊടുങ്കാറ്റാണ്. രാത്രി മുഴുവൻ മഞ്ഞ് വീഴുകയാണെങ്കിൽ നാളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. മഞ്ഞുവീഴ്ച എപ്പോഴും എനിക്ക് നിശബ്ദതയുടെ ഒരു അനുഭൂതി നൽകുന്നു. മഞ്ഞുള്ളപ്പോൾ എനിക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കേൾക്കാൻ കഴിയും. അതെ അതെ, നിങ്ങളിത് മുമ്പും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിത് പല തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ഓ മമ്മ, മമ്മയ്ക്കത് എങ്ങനെ പറയാൻ കഴിയും? മഞ്ഞ് ശരിക്കും നിശബ്ദതയുടെ അനുഭൂതി നൽകുന്നുണ്ട്. അസംബന്ധം പറയുന്നത് നിർത്ത്. ബുദ്ധിമതിയാണെന്ന് തോന്നിക്കാൻ നീ ഇത്തരം കാര്യങ്ങൾ പറയുന്നു. തത്തകൾ ഒരിക്കലും ബുദ്ധിമാന്മാരല്ല. ശരി, നമുക്കിപ്പോൾ ഇത് ചർച്ച ചെയ്യണ്ട. നീ നിന്റെ മുറിയിലേക്ക് പോകുന്നതാണ് നല്ലത്. വൈകി.
വാതിലുകളും ജനലുകളും ഞാൻ നോക്കിക്കോളാം. തീയുടെ കാര്യവും ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത്ര വൈകിയെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന എനിക്ക് വായിച്ചു തരികയായിരുന്നു. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പോൾ പോയി ഉറങ്ങൂ എൻ്റെ കുട്ടി. നന്നായി ഉറങ്ങൂ. സുന്ദരമായ സ്വപ്നങ്ങൾ കാണൂ. ഞാനും ഉടനെ വരാം. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ് മമ്മ. ആ, ഗുഡ് നൈറ്റ്. എന്തൊരു കൊടുങ്കാറ്റ്, എന്തൊരു കൊടുങ്കാറ്റ്. ഹെലൻ, ഇന്ന് രാത്രി നീ ആകെ അസ്വസ്ഥയാണല്ലോ. നീ വിചിത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ അസ്വസ്ഥയല്ല, ഞാൻ ശാന്തയാണ്. ഞാൻ എത്ര ശാന്തയാണെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് എല്ലാം കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. ഇല്ല ഇല്ല, എല്ലാമില്ല. എനിക്ക് ഇരുട്ടിലെ ചില മന്ത്രണങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയൂ. ചില മന്ത്രണങ്ങൾ മാത്രം. ഗുഡ് നൈറ്റ് ഹെലൻ. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ വന്നല്ലോ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഞാനവിടെ കുറേ നേരമായി കാത്തിരിക്കുന്നു. അർദ്ധരാത്രി ഒരിക്കലും വരില്ലെന്ന് ഞാൻ കരുതി. ഞാൻ ആ മഞ്ഞിൽ പകുതിയോളം മൂടപ്പെട്ടിരുന്നു. ജനലിലെ മെഴുകുതിരികൾ കത്തുന്നത് കാണാൻ നേരം വെളുക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. നീ ആ കൊടുങ്കാറ്റിലും ഞാനിവിടെ ഈ രണ്ട് ജീവികളുടെ കൂടെയും. എനിക്കിതിന് സഹിക്കാൻ വയ്യ, എനിക്കിതിന് സഹിക്കാൻ വയ്യ. ഇത്ര ഉറക്ക വേണ്ട ഹെലൻ. അവർ കേട്ടേക്കാം. പതുക്കെ സംസാരിക്കാം. എനിക്കിനി മന്ത്രിക്കാൻ വയ്യ. എനിക്ക് മന്ത്രിക്കണ്ട. എനിക്ക് ഉറക്കെ വിളിച്ച് പറയണം. എനിക്ക് അലറണം. അലറിയില്ലെങ്കിൽ എന്റെ ശ്വാസം മുട്ടും. എനിക്കറിയാം. പക്ഷേ കുറച്ചുകൂടെ ക്ഷമ കാണിക്കാം. ക്ഷമ. ആ തണുത്ത ശവം. നമ്മൾ ആരോടാണ് ക്ഷമ കാണിക്കേണ്ടത്? നമ്മൾ വേണ്ടത്ര സമയം ക്ഷമിച്ചില്ലേ? കാത്തിരിക്കുകയല്ലാതെ നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ എന്തിനു കാത്തിരിക്കണം? എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിനക്കറിയില്ല. എന്നെ കേൾക്കൂ. ഞാൻ ജീവിക്കുന്നത് ഒരു അന്ധമായ വീട്ടിലാണ്. ഇതിലെല്ലാം അന്ധമാണ്. എന്റെ മകൾ പോലും, എന്റെ സ്വന്തം രക്തം പോലും അന്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അവളെല്ലാം ചെയ്യുന്നത് അവനെ പോലെയാണ്. കാഴ്ചയില്ലാത്തവരെ പോലെ അവൾ വീടിനുള്ളിലെ മേശകളിലും കസേരകളിലും തൊട്ടു നടക്കുന്നു. അവൾ സംസാരിക്കുന്നത് പോലും അന്ധരെ പോലെയാണ്. ചിലപ്പോൾ അവളുടെ ശബ്ദം ഇരുട്ടിൽ നിന്ന് വരുന്നതായി എനിക്ക് തോന്നും. അവൾ അവന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഒരിക്കലും
വസ്തുക്കളുടെ രൂപത്തെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ സംസാരിക്കില്ല. എപ്പോഴും ശബ്ദത്തെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ സ്പർശത്തെക്കുറിച്ചോ ഗന്ധത്തെക്കുറിച്ചോ. ഹോ, ഞാൻ അവളെ വെറുക്കുന്നു. ഞാൻ അവർ രണ്ടുപേരെയും വെറുക്കുന്നു. അവർ ജീവിക്കുന്ന ലോകത്തെ ഞാൻ വെറുക്കുന്നു. അതൊരു ലോകമല്ല, അതൊരു ജീവിതമല്ല, അതൊരു മൂടൽ മഞ്ഞാണ്, ഇരുണ്ട സ്വപ്നമാണ്. അത് യഥാർത്ഥമല്ല. എനിക്കിത് ഒരു ദിവസം കൂടി സഹിക്കാൻ കഴിയില്ല. ഇതെന്നെ ഭ്രാന്തിയാക്കുന്നു. എന്നെ കൊണ്ടുപോകൂ, ഈ ഇരുട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകൂ, ഈ ജയിലിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ. പക്ഷേ എനിക്ക് എങ്ങനെ കഴിയും ഹെലൻ? എനിക്ക് നിന്നെ ഇതിൽ നിന്ന് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? നമ്മൾ എവിടേക്ക് പോകും? കുറച്ച് സമയം കൂടി കാത്തിരിക്കൂ. നമുക്കങ്ങനെ ഒളിച്ചോടാൻ കഴിയില്ല. ആളുകൾ നമ്മളെക്കുറിച്ച് എന്തു പറയും? ആളുകൾ എന്ത് പറയുന്നുവെന്ന് എനിക്ക് വിഷയമല്ല. ആരെക്കുറിച്ചും എനിക്ക് ചിന്തയുമില്ല. എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്, നമ്മുടെ പ്രണയമുണ്ട്. പിന്നെ പറയൂ, അവർ എന്ത് പറയും? ഹെലൻ റഗ്ബി അവളുടെ അന്ധനായ ഭർത്താവിനെ ഉപേക്ഷിച്ചുവെന്ന്. അപ്പോൾ ഞാൻ പറയും, ഹെലൻ റഗ്ബി അവനെ ഉപേക്ഷിച്ചത് അവൻ അവളുടെ മകൾക്ക് വേണ്ടി ഹെലനെ ഉപേക്ഷിച്ചത് കൊണ്ടാണെന്ന്. അവർ മറ്റു കാര്യങ്ങളും പറഞ്ഞേക്കാം. അവർ പറയും യൗവനം യൗവനത്തെ തേടുന്നുവെന്ന്. നിന്നേക്കാൾ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കാൻ നിനക്ക് അവകാശമില്ലായിരുന്നു എന്ന് അവർ പറയും. ക്ഷമിക്കൂ ഹെലൻ, ഞാൻ ആളുകൾ പറയുന്നത് ആവർത്തിക്കുന്നു മാത്രം. ഓ ദൈവമേ, നിനക്ക് എങ്ങനെ അത് പറയാൻ കഴിയും? ഞാൻ അവരെക്കാൾ ചെറുപ്പമാണ്. എന്റെ മകളെക്കാളും ഞാൻ ചെറുപ്പമാണ്. അവൾ വയസ്സിയാണ്. അവർ രണ്ടുപേരും വയസ്സന്മാരാണ്. അവർ ഒരു വീട്ടിലെന്നതിലുപരി ഒരു പുസ്തകത്തിൽ ചലിക്കുന്ന പഴയ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളെ പോലെയാണ്. അവർ പതുക്കെ ചലിക്കുന്നു, അവർ പതുക്കെ സംസാരിക്കുന്നു, അവർ ചെയ്യുന്നതെല്ലാം പതുക്കെയും പഴയതുമാണ്. ഞാൻ ചെറുപ്പമാണ്. നിനക്കത് അറിയാം. നിനക്കെന്നെ അറിയാം. അതെ അതെ, എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഞാനൊരു പ്രശ്നത്തിലും കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിനക്കറിയാമല്ലോ. എല്ലാത്തിനുമുപരി ഹെലൻ, ഒരു അപവാദമുണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചിന്തിച്ചത്, നീ ആ കാലൊച്ച കേട്ടോ? അത് അവനാണ്, ആ അന്ധൻ. ഹെലൻ, 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 നീ അവിടെ ഉണ്ടല്ലോ, ഇല്ലേ? അതെ, ഞാൻ ഇവിടെ ഉണ്ട്. എന്താണ് വേണ്ടത്? എന്തിനാണ് വന്നത്? ഞാൻ എന്തിനാണ് വന്നത്? ഞാൻ എന്തിനാണ് വന്നത്? ഓ, ഇപ്പൊ ഓർമ്മ വന്നു. എന്താ എന്താ ഡേവിഡ്, എന്തിനാ വന്നത്? ഡേവിഡ്, എന്താണ് വേണ്ടത്? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? വേണ്ട വേണ്ട, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. ഹെലൻ, ഈ മുറിയിൽ നമ്മൾ മാത്രമാണോ ഉള്ളത്? നീയും ഞാനും മാത്രം? അതെ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓ, എത്ര വിചിത്രം! എല്ലാം എത്ര വിചിത്രമാണ്. എന്താണ് വിചിത്രം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്കെന്താണ് വേണ്ടതെന്നറിയാൻ നിനക്ക് അത്രയ്ക്ക് തിടുക്കമാണോ ഹെലൻ? ശരി, അന്തർക്കായുള്ള സൊസൈറ്റി പുറത്തിറക്കിയ ആ സംഗീത പുസ്തകത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനത് മുറിയിലേക്ക് കൊണ്ടുപോകാൻ മറന്നു. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അന്നെ അത് മുറിയിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ. അന്നെ എന്തിനാണ് നിങ്ങളുടെ അന്ധമായ പുസ്തകങ്ങൾ മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്? അവൾ രാത്രിയുടെ ഭാഷ പഠിക്കുകയാണ്. ആ ഭാഷയിൽ ഓരോ വാക്കും ഓരോ നക്ഷത്രമാണ്. ദൈവത്തിന് മാത്രമേ ആ വാചകങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ഹെലൻ, ഈ മുറിയിൽ നമ്മൾ തനിച്ചാണെന്നാണോ നീ പറഞ്ഞത്? നീയും ഞാനും മാത്രം? എന്തൊരു അസംബന്ധ ചോദ്യമാണിത്. നമ്മൾ തനിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേറെ ആരാണ് ഇവിടെ ഉണ്ടാവുക? നമ്മൾ തനിച്ചാണെന്ന് നീ പറയുന്നുവെങ്കിൽ
ഈ വീട്ടിൽ ഒരു പ്രേതബാധയുണ്ട്. ഈ മുറിയിൽ നമ്മളോടൊപ്പം മറ്റൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓ, വരൂ ഡേവിഡ്. നിങ്ങൾ ക്ഷീണിതനാണ്. പോയി കിടക്കൂ. ഇതാ നിങ്ങളുടെ പുസ്തകം. പോയി നന്നായി ഉറങ്ങൂ. അതെ, എനിക്ക് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഹെലൻ, കൊടുങ്കാറ്റ് വഴിതെറ്റിയ ഏതോ ആത്മാവിനെ ഈ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റിയിട്ടുണ്ടാകണം. പാവം ആത്മാവ്. നമുക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതിന് തണുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഭയം നൽകാൻ കഴിയില്ല. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം നൽകാൻ കഴിയില്ല. മാംസം മാംസത്തിൽ ജീവിക്കുന്നു ഹെലൻ. മനുഷ്യന് മനുഷ്യനെ എപ്പോഴും ആശ്വസിപ്പിക്കാൻ കഴിയും. എന്നാൽ കൊടുങ്കാറ്റിലകപ്പെട്ട ഒരു ആത്മാവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ വല്ലാത്ത ഓരോന്ന് പറയുന്നു. പ്രേതങ്ങളെയും ആത്മാക്കളെയും കുറിച്ചുള്ള ഈ അസമ്മതം നിർത്തൂ. വൈകി. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓഹോ, നിനക്ക് തനിച്ചിരിക്കണം. അന്ന, 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 അന്ന. എന്താ പപ്പ? എന്താ? എന്റെ അടുത്തേക്ക് വരൂ, വേഗം വരൂ. ദാ വരുന്നു. അന്ധനായ ഭ്രാന്ത, നീ എന്റെ മകളുടെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണുമല്ലേ? വരട്ടെ, അവൾ വരട്ടെ. ശപിക്കപ്പെട്ട എല്ലാ സ്ത്രീകളും വരട്ടെ. നീ വന്നോ അന്ന? ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. അന്ന, ഈ മുറിയിൽ നിന്നെയും എന്നെയും അമ്മയും കൂടാതെ മറ്റാരുണ്ട്? പറയൂ, ആരാണ് ഇവിടെയുള്ളത്? ഇവിടെ ആരുമില്ല. നമ്മളല്ലാതെ ഇവിടെ ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പപ്പ. ആരുമില്ല. മരിച്ച മനുഷ്യന്റെ പ്രേതമേ, പുറത്തു പോ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. പുറത്തു പോ. ഇനി എന്നെ വേട്ടയാടരുത്. അന്ധയായ ഭ്രാന്തി, നീ ഇവിടെ കഴിഞ്ഞോ? നീ ഈ അന്ധകാരത്തിൽ കഴിഞ്ഞോ? ഇതാണ് എൻ്റെ ലോകം. ഇവിടെ നിറങ്ങളില്ല, മുഖങ്ങളില്ല, പക്ഷെ ശൂന്യതയുമില്ല. ഇവിടെ ഓരോ ശബ്ദത്തിനും ഒരു രൂപമുണ്ട്, ഓരോ നിശബ്ദതയ്ക്കും ഒരർത്ഥമുണ്ട്. വെളിച്ചത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ കാഴ്ച. വികാരങ്ങളുടെ സ്പർശമാണ് എൻ്റെ കാഴ്ച. അതിനാലാണ് ഇരുട്ടിലായിട്ടും കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നത്. നിശബ്ദത ഒരിക്കലും എന്നോട് കള്ളം പറയില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആരാണ് അന്ധൻ? കാണാൻ കഴിയാത്തവനോ അതോ കാണുന്നുവെന്ന് വിശ്വസിക്കുന്നവനോ? ഇവിടെ നമ്മളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല.
Hmm.